അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ചോക്ലേറ്റ് ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ്. ഇതിൽ നമുക്ക് കൊക്കോ പൗഡറോ അതേപോലെ തന്നെ ബീറ്ററോ ക്രീമോ ഒന്നും ആവശ്യമില്ല. ഒരു പാക്കറ്റ് ബിസ്ക്കറ്റും കുറച്ച് പാലും പഞ്ചസാരയും മാത്രം മതി. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള ഐസ്ക്രീം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് നമ്മുടെ ബർബൺ ബിസ്ക്കറ്റാണ്. ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട്, അതായത് 10 എണ്ണം. ആദ്യം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഒരു മിക്സി ബൗളിലേക്ക് നമ്മുടെ ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇതാ നമ്മുടെ ബിസ്ക്കറ്റെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. തരിതരിപ്പൊന്നുമില്ലാതെ നല്ല സ്മൂത്തായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇതാ നമ്മുടെ ബിസ്ക്കറ്റ് ഇവിടെ പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ബിസ്ക്കറ്റ് പൊടിച്ചത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ലിറ്റർ പാലൊഴിച്ച് കൊടുക്കാം. പാലൊഴിക്കുമ്പോൾ എപ്പോഴും കട്ടിയുള്ള പാലെടുക്കാൻ ശ്രദ്ധിക്കണം. ഫുൾ ഫാറ്റ് മിൽക്ക് പാതി ഒഴിച്ച് കൊടുത്തു. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ബാക്കി പാലോട് ഒഴിച്ച് കൊടുക്കുവാണേ. ഇപ്പോൾ 1/2 ലിറ്റർ പാലൊഴിച്ച് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. നമ്മുടെ ബിസ്ക്കറ്റിൽ ഓൾറെഡി മധുരം ഉണ്ടല്ലോ, അത് കാരണം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഒരു 1/4 കപ്പോളം മതിയാകും. ഇപ്പോൾ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നിങ്ങളുടെ കയ്യിൽ പാൽപ്പൊടി ഉണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഓപ്ഷനിലാണേ, ഇല്ലെങ്കിൽ ചേർക്കണ്ട. നന്നായിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കുക. ഇനി ഇത് നമുക്കൊരു വലിയ മിക്സി ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കണം. മിക്സി ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുവാണേ. അപ്പോൾ ഞാനിത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇതാ നല്ല സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിന് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇപ്പം എന്താ നമ്മുടെ പാത്രം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. എന്നിട്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഒരു 5 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് നന്നായിട്ടൊന്ന് തിക്കാകാൻ തുടങ്ങും. കൈവിടാതെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് തിക്കായിട്ട് വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതാ ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ചെറുതായിട്ട് കട്ടിയാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അതാ കുറച്ചുകൂടി ഒന്ന് കട്ടിയായിട്ടുണ്ട്. കുറച്ചുകൂടി ഒരു തിക്നെസ് വേണം. ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതാ നോക്കിയേ, ഇത് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാറണം. ചൂടാറിയിട്ട് വേണം നമുക്കിനി അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ചൂടാറട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ചൂടാറുമ്പോൾ കുറച്ചുകൂടി ഒന്ന് തിക്കാകും. ഇപ്പോൾ ഇതാ നോക്കിയേ, നമ്മുടെ പാലിൻ്റെയൊക്കെ ചൂട് നന്നായിട്ട് ആറിയിട്ടുണ്ട്. കണ്ടോ, ഇപ്പം നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് മിക്സി ബൗളിലേക്ക് ഒന്നുകൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇത് ഒത്തിരി കട്ടിയായിട്ട് പോയെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ പാലും കൂടെ ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഞാനിത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കട്ടെ. ഇതാ നമ്മുടെ പാല് ഞാൻ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വന്നു. ഞാൻ വേറെ എക്സ്ട്രാ പാലൊന്നും ചേർത്തില്ല. നിങ്ങൾക്ക് ഒത്തിരി തിക്കായെങ്കിൽ മാത്രം പാല് ചേർത്താൽ മതി കേട്ടോ. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുവാണ്. ഇനി ഇത് നമുക്ക് ഫ്രീസറിൽ വെച്ചൊരു 3 മണിക്കൂറോളം നന്നായിട്ട് തണുപ്പിക്കണം. ചില ഫ്രീസറിൽ നമ്മൾ എന്തെങ്കിലും വെക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ഐസ് ക്രിസ്റ്റൽസ് വരാറുണ്ടല്ലോ. അങ്ങനെയുള്ള ഫ്രിഡ്ജ് ഉള്ളവരാണെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് കവർ വെച്ച് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ട് വേണം നമുക്കിത് അടച്ചു കൊടുക്കാൻ. പ്ലാസ്റ്റിക് കവർ യൂസ് ചെയ്യുമ്പോൾ ഇതിൽ തട്ടണ വിധത്തിൽ വച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. എൻ്റെ ഫ്രിഡ്ജിന് അങ്ങനത്തെ പ്രശ്നമില്ലാത്ത കാരണം ഞാൻ വേറെ എക്സ്ട്രാ കവറൊന്നും വയ്ക്കണില്ല. ഡയറക്റ്റായിട്ട് അങ്ങ് അടച്ചു കൊടുക്കുവാണേ. ഇനി ഞാനിതൊരു 3 മണിക്കൂർ ഫ്രീസറിൽ വെക്കട്ടെ. 3 മണിക്കൂർ കഴിയുമ്പോൾ നമുക്കിത് വെളിയിലെടുക്കണം. എന്നിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. ഇപ്പോൾ അതാ ഒരു 3 മണിക്കൂറായിട്ടുണ്ട്. ഞാൻ ഫ്രീസറിൽ നിന്ന് നമ്മുടെ ഐസ്ക്രീം എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം.
കട്ടിയാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്നുകൂടി ഒന്ന് മിക്സി ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സി ബൗളിലേക്ക് ഇട്ട് കൊടുക്കുവാണേ. ഇതാ നമ്മുടെ ഐസ്ക്രീം എല്ലാം മിക്സി ബൗളിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, അതേപോലെ നല്ല ക്രീമി ആയിട്ടുള്ള ഐസ്ക്രീം നമുക്ക് കിട്ടുന്നത്. നല്ല സിൽക്കി ആയിട്ടുള്ള ഐസ്ക്രീം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. അപ്പം ഞാൻ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. നന്നായിട്ടൊന്നുകൂടി ഒന്ന് അടിച്ചെടുത്തു. ഇനി നമുക്ക് നമ്മുടെ ബൗളിലേക്ക് തന്നെ മാറ്റി കൊടുക്കാം. നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും അടച്ചു വെച്ച് കൊടുക്കാം. അടച്ചു വെച്ചിട്ട് ഒരു 8 മണിക്കൂർ നമുക്കിത് ഫ്രീസറിലേക്ക് മാറ്റാം. ഓവർനൈറ്റ് വയ്ക്കുന്നതാണ് നല്ലത്. അപ്പം ഞാനിത് ഫ്രീസറിൽ വയ്ക്കുവാണ്. 8 മണിക്കൂർ കഴിയുമ്പോൾ നമുക്കിത് തുറന്നു നോക്കാം. ഇപ്പോൾ അതാ ഒരു 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഐസ്ക്രീം ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ഒരു 5 മിനിറ്റ് വെളിയിൽ വയ്ക്കണം. എന്നിട്ട് വേണം സ്കൂപ്പ് ചെയ്തെടുക്കാൻ. അപ്പം തന്നെ നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഐസ്ക്രീം സ്കൂപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഇതാ നമ്മുടെ ഐസ്ക്രീം ഞാൻ സ്കൂപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഐസ്ക്രീമാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഐസ്ക്രീം. വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് ഈ സമ്മർ സീസണിൽ നമുക്കുണ്ടാക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ള ഐസ്ക്രീമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും. അത് നിങ്ങളെ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്.